ഞാൻ പണ്ടൊക്കെ മാഗി മേടിക്കുമ്പോഴേ ആ മാഗിയുടെ ഉള്ളിലത്തെ ആ മസാല മാത്രം ഇട്ടിട്ടാട്ടോ മാഗി ഉണ്ടാക്കുക. പക്ഷേ ഇതിൽ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് 2 മിനിറ്റ് ഒന്നും പോരാ കേട്ടോ, ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരും അത് വേവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവർ വെറുതെ എഴുതി വെച്ചേക്കാന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു മാഗി വെച്ചിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കാമെന്ന്. ഇപ്പം മാഗി വെച്ചിട്ട് ഞാൻ പല പല വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ. പക്ഷേ അടിപൊളിയാവാറുണ്ട് ഇത്രയും നാളുണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം ഞാൻ മാഗി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടിയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പ് മുളക് പൊടി ഇട്ടിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിക്കുക. എന്നിട്ട് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാൻ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴച്ചെടുക്കാം. പിന്നെ നമ്മളിടുന്നത് മാഗി മസാല കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക. വേണമെങ്കിൽ നല്ല എരിവൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് വേവിച്ച് വെച്ച മാഗിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയില്ലേ, ആ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ല അങ്ങനെ കുത്തി കുത്തി മിക്സ് ചെയ്യേണ്ട കേട്ടോ, എല്ലാം കുഴഞ്ഞ് ആകെ കൊള്ളാവും. അങ്ങനെ നമ്മുടെ മാഗി റെഡി.